ബി.ജെ.പി. നേതാവ് സി കൃഷ്ണകുമാറിന്റെ ഓഫീസിലേക്കുള്ള കോൺഗ്രസ് മാർച്ചിൽ സംഘർഷം. ലാത്തിചാർജിൽ ഒരു പ്രവർത്തകന് പരിക്കേറ്റു. ഇക്ബാൽ അറക്കൽ വിവരങ്ങളുമായി. ഇക്ബാൽ, ആ പ്രതിഷേധം പോലീസുമായി ഒരു ഏറ്റുമുട്ടലിലേക്ക് നീങ്ങുന്നു. പ്രവർത്തകരുടെ കോളറിന് പിടിച്ചൊക്കെ പോലീസ് കൊണ്ടുപോകുന്നതും കണ്ടു. ലാത്തിചാർജും ഉണ്ടായി. ആർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്? സ്മൃതി, അല്പസമയം മുമ്പാണ് യൂത്ത് കോൺഗ്രസിനെയും പ്രവർത്തകർ ബി.ജെ.പിയുടെ പാലക്കാട് ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് ഒരു പ്രതിഷേധമായി എത്തിയത്. ബി.ജെ.പി. സംസ്ഥാന ഉപാധ്യക്ഷൻ കൃഷ്ണകുമാറിനെതിരായിട്ടുള്ള ലൈംഗികാരോപണ പരാതിയിൽ പാർട്ടി നടപടി സ്വീകരിക്കണമെന്നുള്ളതായിരുന്നു കോൺഗ്രസ് ആവശ്യം. ഏതായാലും ആ പ്രതിഷേധം പിന്നീട് പോലീസ് തടയുന്നു, ജലപീരങ്കി ഉപയോഗിക്കുന്നു, പ്രവർത്തകനെതിരെ പോലീസ് ലാത്തി ഉപയോഗിക്കുന്നു. അതിനുശേഷം പിന്നീട് പാലക്കാട് നഗരസഭാ അംഗമായിട്ടുള്ള എഫ്.പി. ബഷീറിന് പരിക്കേൽക്കുകയായിരുന്നു. ആ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ പാലക്കാട് നഗരത്തിലൂടെ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധം നടത്തുന്നത്. എന്തുകൊണ്ടാണ് ഈ പോലീസിന് എന്തിനാണ് ഈ പോലീസ് ആവേശം കാണിക്കുന്നത്? ഞങ്ങളുടെ സഹ കൗൺസിലറെ തല്ലിയിട്ട് പോലീസ് തല്ലി പൊളിച്ചിരിക്കുക. പോലീസിന്റെ ആവേശം എന്താ? പോലീസിന്റെ അജണ്ട പോലീസിലാക്കാൻ നിൽക്കണ്ട. പോലീസ് എന്തിനാണ്? അല്ല, ഇവര് കഴിഞ്ഞ ദിവസം MLA ഓഫീസിലേക്ക് മാർച്ച് നടത്തിയല്ലോ, രാഹുൽ മാങ്കുടത്തിന്റെ ഓഫീസിൽ മാർച്ച് നടത്തിയല്ലോ. അപ്പൊ പോലീസ് എന്തായിരുന്നു? കയ്യും കെട്ടി നോക്കി നിന്ന്. ഈ മൂത്താന്തര സ്കൂൾ 5 ബോംബ് കണ്ടെത്തിയല്ലോ. അപ്പൊ ഈ പോലീസ് എന്താ കാട്ടി? കൈകെട്ടി നോക്കി നിന്ന് പാവപ്പെട്ട യൂത്ത് കോൺഗ്രസിലെ പ്രവർത്തകരെ സഹ കൗൺസിലർ തലതല്ലി പൊളിച്ചിരിക്കുകയാണ്. ഇതിന് പ്രതിഷേധിക്കും. ഒരു പോലീസ് ബലം ഉപയോഗിക്കുകയാണെങ്കിൽ അതേ നാളത്തെ തന്നെ പാർട്ടി തിരിച്ചടിക്കും. വളരെ സമാധാനപരമായി നടത്തിയ സമരമാണ്. ഏറ്റവും നാണം കെട്ടൊരു വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൃഷ്ണകുമാർ എന്തിരിക്കവിടെ? അതെ, അതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ കേസ് എന്താണെന്നുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ നടത്തിയ സമരത്തിനകത്ത് ഞങ്ങളുടെ പ്രിയപ്പെട്ട കൗൺസിലറെ ബഷീറിനെ ക്രൂരമായിട്ട് ബഷീർക്കാണ് അക്രമിക്കും. പക്ഷെ അതിനുള്ള മറുപടി തന്നിരിക്കും. അത് പോലീസ് ഒന്ന് ഓർത്തോ, 7 മാസം കൂടെ ഉള്ളൂ. തിരിച്ച് ഞങ്ങൾ അതിനുള്ള 10 മടങ്ങ് മറുപടി തന്നിരിക്കും. പോലീസ് സുൽത്താൻപേട്ട മേഖലയിൽ നിന്നുൾപ്പെടെ മാറ്റുന്നു. ഗതാഗത കുരുക്ക് ഉണ്ടാക്കിയെന്ന് ആരോപിച്ചുകൊണ്ട് ഇപ്പോൾ ഈ പ്രതിഷേധക്കാരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. നേരത്തെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജില്ലാ ഭാരവാഹികളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി OK ഫാറൂഖിന്റെ നേതൃത്വത്തിൽ പാലക്കാട് നഗരത്തിലൂടെ സുൽത്താൻപേട്ടയിലേക്ക് പ്രതിഷേധം നടത്തിയ പ്രതിഷേധക്കാരെ ഇപ്പോൾ പോലീസ് തടയുന്നു. ഇപ്പോൾ പാലക്കാട് കോൺഗ്രസിന്റെ കൗൺസിലറായിട്ടുള്ള ആളുകൾ ഇപ്പോൾ വാഹനം തടയാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹിയെ പോലീസ് ഈ വാഹനത്തിലേക്ക് എടുത്ത് എറിയുന്ന രീതിയിലേക്കുള്ള നടപടിയിലേക്ക് കടക്കുന്നു. പാലക്കാട് നഗരസഭാ കൗൺസിലറായിട്ടുള്ള മൻസൂർ മള്ളാഞ്ചേരി ഉൾപ്പെടെയുള്ള ആളുകളെ, വിപിൻ ഉൾപ്പെടെയുള്ള നേതാക്കളെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നിൽക്കുന്നു. പോലീസിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് അറസ്റ്റ് വരിക്കാൻ തയ്യാറാവാതെ ആ പ്രവർത്തകർ ഇപ്പോൾ ആ വാഹനത്തിന് മുകളിൽ കയറി നിൽക്കുന്നു. അറസ്റ്റ് വരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നേതാക്കൾ, കൗൺസിലർമാർ ഇപ്പോൾ ആ വാഹനത്തിൽ നിൽക്കുന്നത്. അവരെ പോലീസ് ആ വാഹനത്തിൽ മാറ്റി മറ്റൊരു വാഹനത്തിലേക്ക് അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള നടപടിയിലേക്ക് കിടക്കുന്നു. നേരത്തെ നഗരസഭാ കൗൺസിലറായിട്ടുള്ള എഫ്.പി. ബഷീറിന് പോലീസ് നടപടിയിൽ പരിക്കേറ്റിരുന്നു. പോലീസ് ആ മേഖലയിൽ നിന്ന് മാറ്റുന്നതിനിടയിൽ ലാത്തി കൊണ്ടുള്ള അടിയേറ്റായിരുന്നു എഫ്.പി. ബഷീർ തലയ്ക്കുൾപ്പെടെ പരിക്കേറ്റത്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടായിരുന്നു കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും പ്രവർത്തകർ പാലക്കാട് നഗരത്തിലൂടെ പ്രതിഷേധം നടത്തിയത്. ഇപ്പോൾ ആ പ്രവർത്തകരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള നടപടിയിലേക്ക് കടക്കുന്നു. അറസ്റ്റ് വരിക്കാൻ തയ്യാറാവാതിരുന്ന പാലക്കാട് നഗരസഭാ അംഗമായിട്ടുള്ള മൻസൂർ മണ്ണലാഞ്ചേരി, PS വിപിൻ എന്നീ നേതാക്കളെ കൂടി ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. അവരെ വാഹനത്തിലേക്ക് കയറ്റുന്നു. അങ്ങനെ പ്രതിഷേധക്കാരെ മുഴുവൻ മാറ്റാനുള്ള നീക്കത്തിലേക്ക് പോലീസ് കടക്കുന്നു. ഇപ്പോഴും മൻസൂർ മണ്ണലാഞ്ചേരി ഉൾപ്പെടെയുള്ള നേതാക്കൾ പോലീസ് വാഹനത്തിലേക്ക് കയറാൻ കൂട്ടാക്കാതെ ആ വാഹനത്തിന് പുറത്ത് തന്നെ തൂങ്ങിക്കിടക്കുന്നു. അവരെ പോലീസ് ബലമായി അകത്തേക്ക് കയറ്റുന്ന ദൃശ്യങ്ങൾ കാണുന്നത്. വിപിൻ ഉൾപ്പെടെയുള്ള നഗരസഭാ അംഗങ്ങളെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുന്നു. ഏതായാലും കൃഷ്ണകുമാറിനെതിരായിട്ടുള്ള പാർട്ടി നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ബി.ജെ.പിയുടെ പാലക്കാട് ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് പ്രതിഷേധം നടത്തിയിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെയും പ്രവർത്തകരെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയത്. നേരത്തെ ബാരിക്കേഡ് വെച്ച് തടയുന്നു, ജലപീരങ്കി ഉപയോഗിക്കുന്നു, അതിനുശേഷം ലാത്തി വീശുന്നു. എന്നിട്ടും പിരിഞ്ഞു പോകാൻ തയ്യാറാവാതെ പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഇതാണ് ഇപ്പോൾ പോലീസ് ഈ മേഖലയിൽ നിന്ന് ഇപ്പോൾ പോലീസ് കൂടി മാറുന്നു. ഏതായാലും ഈ പ്രതിഷേധത്തെ തുടർന്ന് വലിയ ഗതാഗത കുരുക്ക് ഈ പാലക്കാട് നഗരത്തിലുണ്ടായിരുന്നു. സുൽത്താൻപേട്ട മേഖല ഇന്ന് പാലക്കാട് വലിയ ഒരു തിരക്കുള്ള മേഖലയാണ്. അവിടെയാണ് ഈ പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന കാഴ്ചയാണ് കണ്ടത്. നേരത്തെ ബി.ജെ.പി. പ്രവർത്തകർ നടത്തിയ പ്രതിഷേധത്തിനോട് ഈ തരത്തിൽ പോലീസ് പ്രതികരിച്ചില്ലല്ലോ എന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ ചോദിച്ചത്. കൗൺസിലറെ അടക്കം പോലീസ് മർദ്ദിച്ചു എന്നുള്ളതിലാണ് പ്രതിഷേധം ശക്തമായിരിക്കുന്നത്.